പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനുള്ളത് കടമക്കുടിയിലാണ്. ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കടമക്കുടിയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. കടമക്കുടി എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ സമൂഹമാണ്. ഒരു ജലാശയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തുള്ള കേട്ടോ, ചുറ്റും കണ്ടൽക്കാടാണ് ഈ ഭാഗത്ത്. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ആ ശരിക്കുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ റോഡിലാണ് നിന്നിട്ടുള്ളത് ഇത്ര നേരം. ഇതുപോലെ നല്ല റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ ഒരു ഷാപ്പൊക്കെ കാണാതെ കണ്ടില്ലേ. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചാൽ കയാക്കിങ്ങിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അവിടെ, കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ പാലം ക്രോസ് ചെയ്ത് നമ്മുടെ വാക്ക് വേയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നടച്ചിരിക്കും ഈ കടമക്കുടിയുടെ വാക്ക് വേ ഒക്കെ ആരംഭിക്കുന്നത്. അവിടെ നമ്മുടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു ബസ് റൂട്ടും ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ഒരു ഫ്ലൈറ്റ് ഉണ്ട്, കണ്ടില്ലേ. എടപ്പള്ളി, വരാപ്പുഴ, കടമക്കുടി. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ആ പാലൊരു ഇടുങ്ങിയ പാലാണ്. തൊട്ടപ്പുറത്തൊരു വണ്ടി വന്ന് ഇവിടെ ബ്ലോക്കായി. അപ്പോൾ അവിടെ ബസ് അങ്ങോട്ട് പോകത്തില്ല. ഇനി ആ വണ്ടി വന്നാലേ പോകത്തുള്ളൂ. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇവിടെ നിന്നുള്ളത്. ഈവനിങ് ഒക്കെ നല്ല വൈബായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കടമക്കുടി. നല്ല കാഴ്ചകളല്ലേ, നല്ല വ്യൂ ആണ്. എന്തായാലും നല്ല കാറ്റും ഉണ്ട് കേട്ടോ. നമ്മളെ കയാക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് എന്തിനുണ്ട്. ഇവിടെ ആ കയാക്കിങ്ങിൻ്റെ സംഭവം ഇവിടെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാരവിടെ ഉണ്ട്. നല്ല കാഴ്ച കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ ജിം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. നമ്മൾ ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങോട്ടേക്കുള്ള കാഴ്ച ഉണ്ടല്ലേ. അവിടെ ഒരു വീട് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത്തരം ടോട്ടലി അല്ല വൈബ് സ്ഥലമുണ്ടോ. എന്തൊക്കെ പറഞ്ഞാലും കിടിലം കാഴ്ചകളാണ് ഇവിടുത്തെ. എറണാകുളം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ അതിശയിച്ചു പോകും. അതുപോലത്തെ കാഴ്ചകളാണ്. നല്ല സമാധാനപര അന്തരീക്ഷവും, എന്താ പറയുക, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. എന്തൊക്കെ പറഞ്ഞാലും നല്ല കാഴ്ചകളും നല്ല ശാന്തതയും. നമ്മൾ ആ വാക്കുവേട് ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടല്ലേ, വേറെ ലെവൽ കാഴ്ചകൾ. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കട്ടെ എങ്ങനെയാണെന്ന്. എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇതുപോലത്തെ കാഴ്ചകളാണ് ഇവിടെ. എന്താ പറയുക, എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇത്ര ആംബിയൻസും ഇത്രയും സമാധാനമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. ആ ഭാഗത്തുനിന്നായിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെ ഓൾമോസ്റ്റ് സിമിലർ. ഇവിടെ മറ്റേതിനേക്കാൾ അപേക്ഷിച്ച് കൂടുതലും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നേരത്തെ നിന്നിട്ട് മരങ്ങളൊക്കെ കുറവായിരുന്നു. ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഒരു വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കണം. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ. ഇവിടെ നിന്നിട്ട് ശരിക്കും നല്ല വ്യൂ ഉള്ള, മറ്റേ അപേക്ഷിച്ച് നേരത്തേക്കാരും കൂടുതൽ വ്യൂ ഉള്ളത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ആ വഴിയുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വഴി ആ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വാക്കുവേക്കൂടെ നടന്ന് കണ്ടില്ലേ, ആ വഴിയാണത്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം കേട്ടോ.
നമ്മളവിടെ നിന്ന് വന്നു. നമ്മളിപ്പോൾ ഒരു ചെറിയ വഴി കൂടെ മുന്നോട്ടേക്ക് പോകാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ കൂടുതലും. അതിപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. അത്യാവശ്യം നേരെ വഴുക്കലൊക്കെ ഉണ്ട്. ചെറിയൊരു വഴിയാണത്. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. ഞാൻ കുറച്ച് മുന്നോട്ട് പോകുന്നു. അവിടെ നിന്നുള്ള കാഴ്ചയില്ല, നമുക്ക് ആ വഴിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ അങ്ങോട്ടേക്ക്. ഭയങ്കര കീട്ടിലും വ്യൂ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. അവിടെ സൂക്ഷിക്കണം കേട്ടോ, ഇഴജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമെന്ന് തോന്നുന്നു. നല്ല നല്ല കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോയി അങ്ങനെ കാഴ്ചകളൊന്നും നോക്കാം. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടെ നിന്ന് അപ്പോൾ കുറച്ച് പേര് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. നേരത്തെ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ടും പോവും, നമ്മൾ നേരെ മുന്നോട്ടേക്കും പോവും. എന്തായാലും കാഴ്ചകളൊക്കെ വേറെ, എന്താ പറയുക, വേറെ ഒരു വൈബാണ്. കണ്ടില്ലേ, കീട്ടിലും കാഴ്ചയായിട്ട് കീട്ടിലും വ്യൂ ആണ്. ഇവിടെ നോക്കട്ടോ, കീട്ടിലും വ്യൂ എന്ന് പറഞ്ഞാൽ കീട്ടിലും വ്യൂ. അത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിക്കണ്ട, ഇത് എന്തെങ്കിലും അതിന് അത്യാവശ്യം വലിയ വഴിയാന്ന് തോന്നുന്നു. നമ്മൾ ഫുള്ള് പോകുന്നില്ല, കുറച്ച് നേരം മുന്നോട്ട് പോകുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ആരുമില്ല. നല്ല പച്ചപ്പാണ്, പച്ചപ്പും ജലാശയവും മിക്സായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് പേരുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, വേറെ എന്താ പറയുക, ഓരോ സൈഡിൽ നിന്ന് ഓരോ കിടിലം വ്യൂ നമുക്ക് കിട്ടുന്നത്. അതാണ് കടമക്കുടിയുടെ പ്രത്യേകത. ഇത് ഒരുപാടങ്ങ് പോകാനുണ്ട് എൻ്റെ പൊന്നോ, കുറേ നടക്കാനുണ്ടെന്നുള്ളതാ. ഇതൊരുപാട് പോകാനുണ്ട്. നമ്മൾ അങ്ങോട്ട് മുന്നോട്ടേക്ക് അധികം പോകുന്നില്ല. ചെറിയ തോതിൽ കാറ്റൊക്കെ വീശുന്നുണ്ട്. ഒറ്റ മനുഷ്യനും ഇല്ല അവിടെ, ശാന്തമായ അന്തരീക്ഷം മാത്രം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ടില്ലേ, വേറെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. ടോട്ടൽ വേറൊരു വൈബ് സ്ഥലമാണ് കടമക്കുടി. ഇവിടെ ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അധികം മുന്നോട്ടേക്ക് പോകുന്നില്ല, നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകും. കുറച്ച് നേരം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. എന്നാലും വേറൊരു വൈബാണ് കേട്ടോ, വന്നാൽ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നിന്നല്ല വേറെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടുന്ന്. കണ്ടില്ലേ, ഫോട്ടോയ്ക്കൊക്കെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല കിടിലം ബാക്ക്ഗ്രൗണ്ടാണ് ഫോട്ടോയ്ക്കൊക്കെ. അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകട്ടോ, നമ്മളധികം നേരം നിൽക്കുന്നില്ല. നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. എന്തായാലും ഓരോ സൈഡിൽ നിന്ന് ഓരോ നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കടമക്കുടിയിൽ കാണാൻ സാധിക്കും. അത് കടമക്കുടിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു, അപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി മുന്നോട്ടേക്ക് പോയി നോക്കാം, വേറെ എന്ത് കാഴ്ചകളുണ്ടെന്ന് നോക്കാം. നമ്മളൊരു സൺസെറ്റ് പോയിന്റ് ഉണ്ട്, ആ ഭാഗത്തേക്ക് പോകണം. അവിടെ നിന്ന് വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നു, ജംഗ്ഷനിൽ നിന്നൊക്കെ പോകുന്നു. ഈ ഒരു പാലം ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ മുന്നോട്ടേക്കൊക്കെ പോകുമായിരുന്നു. അതായത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അതവിടെ സൂര്യനോട് അസ്തമിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ ഇപ്പുറത്ത് ബസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
അതിൻ്റെ വ്യൂ കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ തിരിച്ച പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോന്നിരിക്കുകയാണ്. നല്ല കാഴ്ചയുണ്ട്, സൂര്യനും കൂടെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പക്ഷെ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, നമ്മളിവിടുന്ന് പോവാണ് ഗൈസ്. അപ്പോൾ കടമക്കുടിയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.